നമുക്ക് ചിക്കൻ ചുക്കയ്ക്ക് സവാള വേണം. സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പൊ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മുരിച്ചിൽ മതി, അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോയപോലെ ഇപ്പോ. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത സെറ്റ് വറുക്ക ഇടാം. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല വേണം നമുക്ക്. അതൊരു 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കണം. പേസ്റ്റ് പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ചതച്ച ഫോമിൽ എടുക്കണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത ഫ്രൈഡ് സവാള നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വറുത്തെടുത്ത് വെച്ച് പിന്നെ കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്യും. കുറെ കറിവേപ്പില പോലെ തോന്നാം, പക്ഷേ കറിവേപ്പിലയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പാത്രം ഇച്ചിരി ചെറുതായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. വലിയ പാത്രത്തിൽ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മിക്സ് നമുക്കൊരു 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കടുകൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ചിക്കൻ വേണോ? കഴിക്കോ? നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കനാണിത്. ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് കുക്ക് ചെയ്യാം. അപ്പം അതിന് പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത പാത്രം തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഓൾറെഡി എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിൽ, അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല. മൂടി വെച്ചാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ മൂടി വെച്ച് തന്നെയാണ് നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം.